ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 71. നമ്മൾ 13-ാമത്തെ അധ്യായത്തിലെ 21 മുതൽ 30 വരെയുള്ള മന്ത്രങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിലെ ദേവതകൾ പലതാകൊണ്ട് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 21 പറയുന്നത്, അഗ്നിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ വീട്ടിൽ 100 കണക്കിന് പുത്രപൗത്രന്മാർ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഭാവി തലമുറ സുസ്ഥിരമായിരിക്കട്ടെ. ഏതിൻ്റെ സഹായത്താൽ? അഗ്നി. ഊർജമില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല. ഊർജമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനും എല്ലാം കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഊർജമാണ് അഗ്നി. അപ്പം അഗ്നി ഉണ്ടെങ്കിൽ, ഊർജം ഉണ്ടെങ്കിൽ നമുക്ക് പുരോഗതികൾ നേടും. ഒരു പ്രധാന ഘടകമാണ് ഊർജമാണ് പ്രധാനം. പുത്രപൗത്ര 100 കണക്കിന് കുടുംബങ്ങളെല്ലാം അങ്ങനെ സമൃദ്ധി ഉണ്ടാകുമ്പോഴാണ് മക്കൾ പെറ്റുപെരുകി അങ്ങനെ സമൂഹം നിലനിൽക്കുന്നത്. മാത്രമല്ല, നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന 1000കണക്കിന് വസ്തുക്കൾ ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ്. എങ്ങനെയാണ് സന്തോഷം ഉണ്ടാക്കുന്ന 1000കണക്കിന് വസ്തുക്കൾ ഉണ്ടാകുന്നത്? നമ്മൾ ഊർജം ഉപയോഗിച്ച് പ്രകൃതിയിൽ കിട്ടുന്ന വിഭവങ്ങളെയെല്ലാം പുതിയ പുതിയ വസ്തുക്കളാക്കിയിട്ട് മാറ്റും. അങ്ങനെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെല്ലാം എടുത്തിട്ടാണ് അഗ്നിയുടെ സഹായത്താൽ ഈ മൊബൈലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഊർജത്തിൻ്റെ സഹായത്താലാണ് ഇത് വർക്ക് ചെയ്യുന്നതും. ഊർജം സിഗ്നൽ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉപയോഗിച്ച്, അതെല്ലാം ഊർജമാണ്. ഇന്ന് മൊബൈൽ ഉണ്ടാക്കിയ എന്ത് തീവണ്ടി ആയാലും റോക്കറ്റ് ആയാലും എല്ലാം ഊർജത്തിൻ്റെ സഹായത്താലാണ്, അഗ്നിയുടെ സഹായത്താലാണ്. പുതിയ പുതിയ അങ്ങനെ 100 കണക്കിന് വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കട്ടെ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ എടുത്തിട്ട് പുതിയ പുതിയ വസ്തുക്കൾ സയൻസിൻ്റെ സഹായത്താൽ നിർമ്മിക്കും. അതിനുവേണ്ടി നമ്മൾ അഗ്നിക്ക് ഹവിസ് അർപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അഗ്നിയിൽ ഓരോന്ന് അർപ്പിക്കുന്നത്. ചോറുണ്ടാക്കാനാണെങ്കിൽ അരിയിൽ ഹവിസ് അർപ്പിക്കുക. എന്താ ചെയ്യുന്നത്? അല്ല, ചോറുണ്ടാക്കാൻ അഗ്നിയിൽ എന്ത് ഹവിസ് അർപ്പിക്കുക? വെള്ളവും അരിയെല്ലാം അർപ്പിക്കും. അപ്പോൾ അഗ്നി അത് ചോറാക്കിയിട്ട് തരും. ഇനി 22, ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അഗ്നിയോട് പറയുകയാണ് സാധിപ്പിച്ചു തരാൻ. അഗ്നി തന്നെയാണ് നമ്മളെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നത്. ചോറുണ്ടാക്കി തരുന്നത്, ചായ ഉണ്ടാക്കി തരുന്നത്, ശരീരത്തിൻ്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് തരുന്നത്. ശരീരത്തിൻ്റെ ചൂടങ്ങ് കുറഞ്ഞു പോയാൽ നമ്മൾ ചത്തുപോകും. നമുക്ക് ശരീരത്തിനൊരു പ്രത്യേക ടെമ്പറേച്ചർ വേണം. അത് അഗ്നി ഉണ്ടാക്കി തരുന്നു. സംസാരിക്കാനുള്ള ഊർജ്ജം തരുന്നു, കാണാൻ സഹായിക്കുന്നു. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ, ഇപ്പോൾ റോക്കറ്റ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ചന്ദ്രനിലേക്ക് പോകേണ്ടിക്കും നമ്മൾ ആഗ്രഹം സാധിപ്പിച്ചു തരും അഗ്നിവിദ്യയിലൂടെ. എങ്ങനെയാണ് സൂര്യൻ്റെ രശ്മികൾ ഉയർന്നു സഞ്ചരിക്കുന്നത്? അതുപോലെ സൂര്യൻ്റെ രശ്മികൾ ഉയർന്നു പോകുന്ന പോലെ ഞങ്ങളുടെ ഐശ്വര്യത്തെ ചുറ്റും വ്യാപിപ്പിക്കുക. നീയാണ് നമ്മുടെ ഐശ്വര്യങ്ങളെ ചുറ്റും വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മോണിറ്റർ കിടക്കുന്നു, ഇവിടെ മൊബൈൽ, ഇവിടെ കമ്പ്യൂട്ടർ കിടക്കുന്നു, ഇവിടെ മൊബൈൽ കിടക്കുന്നു, അതിൻ്റെ അടിയിൽ പുസ്തകം കിടക്കുന്നു. ഈ പുസ്തകം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഊർജത്തിൻ്റെ സഹായത്താൽ തന്നെയാണ്. പല സാധനങ്ങളും മിക്സ് ചെയ്ത് കരത്തിയിട്ടെല്ലാമാണ് പേപ്പർ വല്ലതും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ ഐശ്വര്യത്തെ ചുറ്റും വ്യാപിക്കുന്ന ചുറ്റും കാണുന്നതെല്ലാം അഗ്നിയുടെ ഊർജത്തിൻ്റെ സഹായത്താലുള്ളത് തന്നെയാണ്. നമുക്ക് സന്തോഷം നൽകുന്ന എല്ലാം നൽകുക. എന്തെല്ലാം സന്തോഷത്തിന് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് തള്ളും. ഇതിൻ്റെ സഹായത്താൽ? ഊർജത്തിൻ്റെ സഹായത്താൽ, അഗ്നിയുടെ സഹായത്താൽ. ഇനി 23 ബൃഹസ്പതിയോട് പറയുകയാണ്, ഞങ്ങളുടെ യജ്ഞം കൊണ്ട് ഗോക്കളെയും കുതിരകളെയും എല്ലാം നൽകുക. അപ്പം നമ്മൾ യജ്ഞം ചെയ്തിട്ട് പശുക്കളെയും കുതിരകളെയും എല്ലാം സൃഷ്ടിക്കുന്നു. ഇവിടെ ഗോക്കളെയും കുതിരകളെയും എന്ന് പറയുമ്പോൾ വേദത്തിൽ വേറൊരു അനുഷ്ഠൂപ് ഛന്ദസ്സെല്ലാമാണ്. ആ തരത്തിൽ നോക്കുമ്പോൾ ഗോക്കൾ എന്നതുകൊണ്ട് ഊർജമാണ്, വൈദ്യുതിയാണ് ഉദ്ദേശിക്കുന്നത്, ഇലക്ട്രോണാണ് ഉദ്ദേശിക്കുന്നത്. കുതിരകളെ കൊണ്ട് ഹോഴ്സ് പവറാണ്, ശക്തിയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഇലക്ട്രോണാണ്.
രാസപ്രവർത്തനമാണ്. അപ്പോൾ ഇലക്ട്രോണും പശുക്കളെ ശക്തി ഉപയോഗിച്ചിട്ടാണ്, ബലം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലതും ചെയ്യുന്നത്. ഞങ്ങളിൽ എപ്പോഴും സ്നേഹവും സന്തോഷവും നിറച്ചാൽ, അങ്ങനെ സൗഭാഗ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ തമ്മിൽ, മനുഷ്യർ തമ്മിൽ സന്തോഷവും സ്നേഹമെല്ലാം ഉണ്ടാകും. ജ്ഞാനം നേടുവാനുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാക്കട്ടെ. അതിനെന്തും കൂടി വേണം? ബുദ്ധി നമ്മളിൽ കയറി വരണം. ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ബുദ്ധിയും നമ്മളുടെ അല്ലെ ജ്ഞാനവും നമ്മളെ ബുദ്ധിയിൽ കടന്നു വരാനുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാക്കുക. പഠിച്ച് ജ്ഞാനം നേടാനുള്ള ആഗ്രഹവും നമ്മളിൽ ഉണ്ടാക്കണം. എല്ലാം നീ തന്നെ ഉണ്ടാക്കി തരണം. ബൃഹസ്പതിയോട് പറയുകയാണ്, അതായത് എനിക്ക് ബുദ്ധി തരണം, എനിക്ക് ചിന്തിച്ച് ജ്ഞാനം നേടിയെടുക്കാനുള്ള ആഗ്രഹവും എൻ്റെ ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. പഠിക്കാനുള്ള ആഗ്രഹവും അറിവ് നേടാനുള്ള ആഗ്രഹവുമാണല്ലോ, അതും എൻ്റെ ഉണ്ടാക്കി തരിക. അതിലൂടെയാണ് നമ്മൾ അഗ്നിവിദ്യ ഉപയോഗിച്ചിട്ട്, പുതിയ പുതിയ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഐശ്വര്യം നേടുന്നത്. സൂര്യനായി അങ്ങുണ്ടാക്കിയ സ്നേഹം ഇതാണ്. സൂര്യനിലൂടെയാണ് നമ്മൾ നിലനിൽപ്പെല്ലാം, സൂര്യനിലൂടെയാണ് അഗ്നി നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. എല്ലാ ഭൂമിയിലുള്ള ഊർജത്തിൻ്റെ സ്രോതസ് സൂര്യനാണ്. ഇനി 27, വിവിധ ജ്ഞാനങ്ങളാൽ വിശേഷമായ ജ്യോതിസുകൾ ജ്ഞാനങ്ങൾ നമ്മിൽ നിറയട്ടെ. വിവിധ ജ്ഞാനങ്ങൾ, നമ്മൾ പല വിഷയങ്ങളിൽ പണ്ഡിതരായി തീരട്ടെ എന്ന് പറയുകയാണ്. എന്തെല്ലാം ഉണ്ട്? കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മെഡിസിന്, കൃഷിശാസ്ത്രം, ജന്തുശാസ്ത്രം, മറ്റേ ശാസ്ത്രം, ശാസ്ത്രം, ഇങ്ങനെ ശാസ്ത്രത്തിന് കണക്കൊന്നുമില്ല. അപ്പം വിവിധ ജ്ഞാനങ്ങളാൽ നമുക്ക് വിശേഷ ബുദ്ധികൾ നമ്മളിൽ ഉണ്ടാകട്ടെ. ഈ ജ്യോതിസാണ്, ഈ ജ്ഞാനമാണ്, ഈ വിദ്യയിലൂടെ നേടുന്ന ജ്യോതിസ്, ആ ജ്ഞാനമാണ് നമ്മെ മുമ്പേ നടത്തുന്നത്. മുന്നേ നടത്തുക എന്ന് പറഞ്ഞാൽ ലോക പുരോഗതിയിലേക്ക് നമ്മളെ നയിക്കുന്നത് ഈ ജ്ഞാനമാണ്. ജ്ഞാനം നേടിയാലാണ് നമുക്ക് ലോകത്തെ മുന്നോട്ടേക്ക് നയിച്ചു കൊണ്ടുപോകാൻ പറ്റുക. അത് മറ്റൊരു അഗ്നി പോലെ ജ്വലിക്കുന്നു. ഈ ജ്ഞാനം അഗ്നി പോലെ, മറ്റൊരു അഗ്നി പോലെ ജ്വലിക്കുകയാണ്. എന്ത് യജ്ഞം ചെയ്യണമെങ്കിലും അഗ്നി വേണം, ഊർജം വേണം. പക്ഷേ ഊർജം ഉപയോഗിച്ചിട്ട് യജ്ഞം ചെയ്യേണ്ടിക്ക് ജ്ഞാനം വേണം, അറിവ് വേണം. ചോറുണ്ടാക്കാൻ അഗ്നി വേണം, ചോറുണ്ടാക്കണ്ടെങ്കിൽ അതിനുള്ള ജ്ഞാനവും വേണം. അപ്പം രണ്ടും അഗ്നി പോലെ ജ്വലിച്ചിരിക്കുകയാണ് ജ്ഞാനം എന്ന ജ്യോതിസ്. ഭൂമിയുടെ അടിയിലാണ് ഭഗവാൻ എന്ത് ചെയ്തിരിക്കുന്നത്? അഗ്നിയെ കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഭൂമിക്കടിയിലെല്ലാം അഗ്നിയുണ്ട്. എന്തുണ്ട്? ഭൂമിൻ്റെ അടിയിൽ നടുവിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരം തീ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറെ പെട്രോളും ഡീസലും മറ്റേ എല്ലാം എവിടുന്നാണ് കിട്ടുന്നത്? ഭൂമിക്കടിയിൽ നിന്ന് തന്നെയാണ്. ഊർജത്തിൻ്റെ സ്രോതസ് എവിടെയാണ്? ഭൂമിക്കടിയിൽ നിന്ന് തന്നെയാണ്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന ചൂട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ധനങ്ങളെല്ലാം എടുക്കുന്നത് ഭൂമിക്കടിയിൽ നിന്ന് കുടിച്ചിട്ടും ഈ ചെടികളും എല്ലാം തന്നെയാണ്. ഈ വിശ്വം പ്രാണനും അപാനൻ വ്യാനൻ എന്നിവയാൽ പ്രതിഷ്ഠിതമായിരിക്കുകയാണ്, ജ്വലിക്കുകയും ചെയ്യുന്നു. ഈ വിശ്വത്തിലെ പ്രാണങ്ങളെല്ലാം, ജീവനെല്ലാം, ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെല്ലാം ഏതിലൂടെയാണ് സഞ്ചരിക്കുന്നത്? ഏതിലൂടെയാണ് നിലനിൽക്കുന്നത്? അവൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന പ്രാണൻ, അപാനൻ, വ്യാനൻ മുതലായ നാഡികളിലൂടെ ഒഴുകുന്ന സിഗ്നൽ സിസ്റ്റത്തിലൂടെയാണ്. അതാണ് വായു എന്ന് പറയുന്നത്. പ്രാണൻ, അപാനൻ പ്രധാന വായുക്കൾ നമ്മുടെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്നത്. അത് നാഡികളിലൂടെ. ആ നാഡികളിലൂടെ പോകുന്നതും ഊർജം തന്നെയാണ്. അത് സിഗ്നൽ സിസ്റ്റത്തിൻ്റെ രൂപത്തിലാണ്. അതാണ് നമ്മുടെ ശരീരത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഈ അഗ്നി അംഗീരസാണെന്ന് അറിഞ്ഞ് ദമ്പതികൾ അതിനെ ജ്വലിപ്പിക്കട്ടെ. ഈ അഗ്നി അംഗീരസാണെന്ന് അറിഞ്ഞിട്ട് ദമ്പതികൾ അതിനെ ജ്വലിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ
അങ്കീരസ് ആണെന്ന് മനസ്സിലാക്കണം. അങ്കീരസ് എന്ന് പറഞ്ഞാൽ ആദ്യമുണ്ടായ വസ്തുവാണ് അഗ്നി. അഗ്നിയാണ് ആദ്യം ഉണ്ടായിരിക്കുന്നത്. അഗ്നിയിൽ നിന്നാണ് എല്ലാം ആദ്യമുണ്ടായതിനാണ് അങ്കീരസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അഗ്നിയാണ് ആദ്യം ഉണ്ടായിരിക്കുന്നത്. അഗ്നിയിലൂടെയാണ്, ഊർജത്തിലൂടെയാണ് ഈ പ്രപഞ്ച ദ്രവ്യം എല്ലാം ഊർജത്തിൽ നിന്നുണ്ടായതാണ്. അപ്പം അഗ്നിയിൽ നിന്നാണ് എല്ലാ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് എന്ന് ദമ്പതികൾ മനസ്സിലാക്കിയിട്ട് അവർ കർമ്മങ്ങൾ ചെയ്യട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാ ദേവതകളെയും, ദേവതകൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അവർക്ക് അനുഗ്രഹമായി തീരട്ടെ. ഈ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കൾക്കും അവർക്ക് ഉപയോഗിച്ച് സൗഭാഗ്യം നേടാം. പുതിയ പുതിയ വസ്തുക്കളാക്കി മാറ്റാം. കല്ലെടുത്തിട്ട് വീടാക്കാം, മണ്ണ് കുഴച്ചിട്ട് പാത്രങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ അതിനുള്ള ജ്ഞാനം എന്നിൽ നിറയട്ടെ എന്ന് പറയുകയാണ്. അത്തരത്തിലുള്ള ജ്ഞാനങ്ങളെല്ലാം എന്നിൽ നിറയട്ടെ. ഇനി 25 ചൈത്ര വൈശാഖ മാസങ്ങളും വസന്ത ഋതുക്കൾ താപത്തിൽ നിന്നാണ് പിറവി കൊള്ളുന്നത്. ഈ മാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് താപത്തിൽ നിന്നാണ്, ചൂടിൽ നിന്നാണ്. എങ്ങനെയാണ് ഉണ്ടായത്? സൂര്യന് ചുറ്റും ഭൂമി എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റുമ്പോൾ സൂര്യനിൽ നിന്ന് അകലുകയും ഇത് ചിലപ്പോൾ അടുക്കുകയും ചെയ്യും. അതിനനുസരിച്ച് ഭൂമിയിൽ ചൂട് കൂടും കുറയുകയും ചെയ്യും. ഇങ്ങനെ ചൂടും കൂടുകയും കുറയുമ്പോഴാണ് ചൈത്രമാസം, വൈശാഖ മാസം, ഇങ്ങനെ പല മാസങ്ങളുണ്ടായതും ഋതുക്കൾ ഉണ്ടായതും. അപ്പം ഈ ഋതുക്കൾ ഉണ്ടാകുന്നതിന് പിന്നിലുള്ളത് താപം തന്നെയാണ്. ഭൂമിയിൽ സൂര്യനോട് അകലുകയും ചെയ്യുമ്പോൾ സൂര്യനിൽ നിന്നുള്ള ഭൂമിയിലേക്ക് പതിക്കുന്ന ചൂടിൻ്റെ താപത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് മാസങ്ങളും ഋതുക്കളുമെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. മാസങ്ങളെല്ലാം അന്യോന്യം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. സൂര്യൻ്റെ ആ ചലനം, സൂര്യന് ചുറ്റുമുള്ള ചലനം അനുസരിച്ച് മാസങ്ങൾ ക്രമത്തിൽ വന്നു പോകും. ജാനുവരി, ഫെബ്രുവരി എന്നെല്ലാം പറയുന്ന മാതിരി ക്രമത്തിലാണ് വരിക. അല്ല ജാനുവരി കഴിഞ്ഞിട്ട് മാർച്ച് വരുമൊന്നുമില്ല. ജാനുവരി, ഫെബ്രുവരി ആ ക്രമത്തിലാണ് ചൂട് കൂടുകയും കുറയുകയും എല്ലാം ചെയ്യുന്നത്. എല്ലാം പരസ്പരം കിടക്കുന്നത്. അതുകൊണ്ടാണ് ഭൂമിയിലും ആകാശത്തിലും ഔഷധങ്ങളും ജലങ്ങളും എല്ലാം കാണപ്പെടുന്നത്. ഭൂമിയിൽ ഔഷധങ്ങളും ആകാശത്തിലും എല്ലാം ഔഷധങ്ങളും ജലമെല്ലാം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ പ്രത്യേകത കൊണ്ടാണ്. ചൂടുള്ളപ്പോൾ ഭൂമിയിലെ ജലം ആകാശത്തേക്ക് പോകും. മഴ പെയ്യേണ്ട സമയം വരുമ്പോൾ അത് ഭൂമിയിലേക്ക് വരും. അപ്പം ആ ജലത്തും മഴ വരുന്നതനുസരിച്ചാണ് ചെടികൾ വരുന്നതും മരുന്നുകളെല്ലാം ഉണ്ടാകുന്നത്. അതിലെല്ലാം അഗ്നി നിറഞ്ഞിട്ടുമുണ്ട്. എല്ലാ വസ്തുവിലും അഗ്നിയുണ്ട്. ഇതിലെല്ലാം അഗ്നി നിറഞ്ഞു കിടക്കുന്നുണ്ട്. ആ മാസങ്ങളിൽ നിന്നെല്ലാം നമുക്ക് സന്തോഷം ഉണ്ടാകട്ടെ. ചില മാസങ്ങളിൽ നമുക്ക് നല്ല സന്തോഷം നൽകുന്നതാണ്. ഉദാഹരണമായിട്ട് ചിങ്ങമാസമാകുമ്പോൾ ഓണത്തിൻ്റെ സന്തോഷം, മേടത്തിൽ വിഷുവിൻ്റെ സന്തോഷം. അപ്പോൾ ഓരോ മാസങ്ങളിൽ നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാകട്ടെ. അതിൽ നിന്ന് നമുക്ക് ഔഷധങ്ങളും കിട്ടട്ടെ. നമുക്കറിയാലോ, വിഷു ആകുമ്പോൾ നല്ല കൊന്ന പൂക്കും. ആ മഞ്ഞപ്പൂ കൊണ്ട് വല്ല ഔഷധം ഉണ്ടാക്കുകയാണെങ്കിൽ അത്തരം ഔഷധം നേരം ഉണ്ടാക്കാം. വേറൊരു സമയത്ത് വേറെ ചില ചെടികളായിരിക്കും പൂക്കുക. ആ സമയത്ത് അതിൻ്റെ പൂവെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വേറെ ഔഷധം ഉണ്ടാക്കാം. അങ്ങനെ ഓരോ സീസണിൽ പലതരം ഔഷധങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഈ ഗ്രഹങ്ങളുടെ സൂര്യന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ ചുറ്റുന്നത് കൊണ്ടാണ്. അതിലുള്ള ഫലമായി ഉണ്ടാകുന്ന താപ വ്യത്യാസം തന്നെ ആണ്. അതുകൊണ്ടാണ് ആകാശവും ഭൂമിയും അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ അഗ്നിയാലാണ്. അഗ്നിയാലാണ് ആകാശവും ഭൂമിയെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത്. കാരണം ആകാശത്തിൽ നല്ല വെളിച്ചം കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഊർജമാണ്. ചില സമയത്ത് ആകാശത്ത് നിന്ന് നല്ല ചൂട് കിട്ടും. അതും അഗ്നിയുടെ വേറൊരു രൂപം. അങ്ങനെ അഗ്നിയാലാണ്. വസന്തകാലത്തിലാകട്ടെ പ്രത്യേക ഊർജം. വസന്തകാലം എന്ന് പറയുമ്പോൾ നല്ല പ്രത്യേക ഊർജം കിട്ടുന്ന ഒരു സമയമാണ്. അതിനെ വേറൊരു അങ്കീരസാണെന്നും നമുക്ക് പറയാം. വസന്തകാലത്തെ വേണമെങ്കിൽ വേറൊരു അങ്കീരസ് എന്നാണ്. അങ്കീരസ് എന്ന് പറഞ്ഞാൽ ഊർജം, പലതരം ഊർജങ്ങൾ. അങ്ങനെയുള്ള അവസാനമില്ലാത്ത ഐശ്വര്യം നീ നമുക്ക് നൽകിയാൽ, അങ്ങനെ ഋതുക്കളുണ്ടായി, മാസങ്ങളുണ്ടാക്കി, പല സീസൺസ് ഉണ്ടാക്കി നമുക്ക് അഗ്നി പലതരത്തിലുള്ള ഐശ്വര്യങ്ങൾ നമുക്ക് നൽകുകയാണ്. ഇനി
26 ആഷാഢമാസത്തിൽ മനസ്സ് സുസ്ഥിരമാകട്ടെ. അങ്ങനെ ആഷാഢമാസം വരുമ്പോൾ മനസ്സിന് എന്തായിരിക്കും? നല്ല സുസ്ഥിരതമായ ഒരു അന്തരീക്ഷമാണ് ആഷാഢമാസത്തിൽ. അപ്പോൾ എപ്പോഴും മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ എന്ന് പറയുകയാണ്. മാസം ഉണ്ടായതുകൊണ്ട് മാത്രം ലഭിക്കണമെന്നില്ല, പക്ഷേ നമുക്ക് മാസങ്ങൾക്കും പ്രാധാന്യമുണ്ട്. നമ്മൾ ഒരു മുറിയിൽ ഭയങ്കര ചൂടാണെങ്കിൽ പൊതുവെ അസ്വസ്ഥയായിരിക്കും. ആരെങ്കിലും എന്തായാലും വിളിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫോണിലോട്ട് ഒരു ഓഫീസ് റൂമിൽ ഇരിക്കുകയാണ്, കാറ്റുമില്ല, ഒന്നുമില്ല, നല്ല ചൂടുമാണെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നല്ല കാമായിട്ടുള്ള അന്തരീക്ഷത്തിലാണെങ്കിൽ നമ്മൾ കാമായിട്ടായിരിക്കും. നല്ല രാവിലെ ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഉച്ചയാകുമ്പോൾ നമുക്കെല്ലാം അസ്വസ്ഥയാണ്. ഫോണെല്ലാം വിളിക്കുക, എന്തൊരു ശല്യം ചെയ്യുന്നു എന്നെല്ലാം പറയും. അതുപോലെ ശാന്തിയും സമാധാനവും ആഷാഢമാസത്തിൽ ലഭിക്കും എന്ന് പറയുകയാണ്. സഹിഷ്ണുതയെല്ലാം നമുക്ക് നിറഞ്ഞു വരട്ടെ. അപ്പം നമ്മളുടെ മനസ്സിൻ്റെ ശാന്തതയും പ്രക്ഷോഭവും എല്ലാം ഈ സീസൺസുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് മുന്നിൽ നടക്കേണ്ടതുണ്ട്. ഇങ്ങനെ നല്ല ശാന്ത സ്വഭാവങ്ങളെല്ലാം ആഷാഢമാസത്തെ പോലെ ശാന്ത സ്വഭാവമെല്ലാം നമ്മുടെ മുന്നിൽ നടക്കേണ്ടതുണ്ട് എന്നാണ്. എല്ലാ കാലത്തും നമ്മൾ ആഷാഢമാസത്തെ പോലെ ശാന്തമായ ഒരു അന്തരീക്ഷ ഒരു മനസ്സോടുകൂടി മുന്നോട്ടേക്ക് പോകണമെന്നുള്ളൊരു സജഷനാണ്. ഞാൻ നിനക്ക് ഹവിസ്സർപ്പിക്കുകയാണ്. ആർക്ക്? അഗ്നിക്ക്. അതുപോലെ ഞാൻ എല്ലാ കർമ്മങ്ങളും ആർക്കാണ് അർപ്പിക്കുന്നത്? അഗ്നിക്കാണ്. നമുക്കിപ്പോൾ ചോറ് കിട്ടണമെങ്കിൽ നമ്മൾ അരിയും വെള്ളവും അഗ്നിക്കാണ് കൊടുക്കുക. അപ്പോൾ അഗ്നി നമുക്ക് ചോറ് തരും. അപ്പോൾ എല്ലാം നമ്മൾ കൊടുക്കുന്നത് അഗ്നിക്കാണ്. ഊർജം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തും ഉണ്ടാക്കുന്നത്. അപ്പോൾ അഗ്നിക്കാണ് നമ്മൾ അർപ്പിക്കുന്നത്. അതുപോലെ നീ എന്ത് ചെയ്യും? നീ എന്നെയും സംരക്ഷിക്കണം. ഞാൻ എനിക്കെന്ത് തരികയാണെങ്കിൽ അത് നീ എനിക്കും നല്ലത് എനിക്കും തരണം. ഞാൻ അരിയും വെള്ളവും തരികയാണെങ്കിൽ നീ എനിക്ക് ചോറ് തരണം. ഞാൻ നിനക്ക് ചായപ്പൊടിയും വെള്ളവുമാണ് തരുന്നുണ്ടെങ്കിൽ, പാലുമാണ് തരുന്നുണ്ടെങ്കിൽ നീ എനിക്ക് ചായ തരണം. അപ്പം അങ്ങോട്ട് കൊടുത്താലേ, അഗ്നിക്ക് കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. ഇനി 27 വസന്തകാലത്തിൻ്റെ കാര്യമാണ്. വസന്തകാലത്ത് മധുരം നിറഞ്ഞു വ്യാപിക്കട്ടെ. വസന്തത്തിൽ നല്ല മധുരയിൽ നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് വസന്തമാസം. ഈ ശക്തിവിശേഷം എല്ലാ കാലത്തും നിലനിൽക്കട്ടെ. അങ്ങനെ എല്ലാ കാലത്തും ഈ വസന്തകാലത്തിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളെല്ലാം നമുക്ക് എല്ലാ കാലത്തും ലഭിച്ചാൽ കൊള്ളാം. ചക്കയും മാങ്ങയല്ല എല്ലാ കാലത്തും നമുക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഗവേഷണം നടത്തിയിട്ട് എപ്പോഴും കായ്ക്കുന്ന മാവ്, എപ്പോഴും കായ്ക്കുന്ന ചക്ക, ഇങ്ങനെയെല്ലാം നമ്മൾ കൃഷി ചെയ്യാൻ നോക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ആഗ്രഹം പറയുകയാണ്, വസന്തകാലത്ത് എന്തെല്ലാം മധുരം ഇവിടെ നിറയ്ക്കുന്നുണ്ടോ അതെല്ലാം എനിക്ക് എല്ലാ കാലത്തും കിട്ടിയാൽ കൊള്ളാം. ഔഷധങ്ങളിലെ ചൈതന്യം ഐശ്വര്യമെല്ലാം നിറയട്ടെ. അതായത് ഔഷധങ്ങളെല്ലാം, ചെടികളെല്ലാം നല്ല തളച്ച് വളർന്ന് കിടക്കുമ്പോൾ കായും പൂവും അതിൻ്റെ ഇലയും തണ്ടും വേരും എല്ലാം നല്ലോണം പടർന്ന് കിടക്കുമ്പോൾ എല്ലാം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഉണങ്ങി വരണ്ടു പോയാലോ നമുക്ക് കിട്ടില്ല. ഇനി 28 വസന്തത്തിൻ്റെ രാത്രികൾ മധു നിറഞ്ഞതാണ് എന്ന് പറയണം. വസന്തത്തിൻ്റെ രാത്രികൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. വസന്തകാലത്തിൻ്റെ രാത്രിക്ക് നല്ല മധു നിറഞ്ഞതാണെന്നാണ് പറയുന്നത്. വസന്തത്തിൻ്റെ ഉഷസ്സുകളും അങ്ങനെ തന്നെ. രാവിലെ ഉഷസ്സായാലും രാത്രിയായാലും അന്തരീക്ഷമെല്ലാം മധു നിറഞ്ഞ് കിടക്കുകയാണ് വസന്തത്തിന്. മാത്രമല്ല ഈ പ്രകാശവും ആ കാലത്ത് അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന വെളിച്ചവും നല്ല മധുരകരമാണ്. വസന്തത്തിലെ ആകാശവും രാത്രിയും പകലും എല്ലാം അതിൽ നിന്ന് വരുന്ന സൂര്യൻ്റെ ശക്തി, രശ്മികളും എല്ലാം വളരെ മധുരകരമാണ്. ഏതൊരു ഈശ്വരനാണോ നമ്മെ സംരക്ഷിക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ സംരക്ഷണം നമുക്ക് മധുരതരമായിട്ട് തീർക്കട്ടെ. കാരണം ഈ വസന്തകാലം സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ തന്നെയാണ് നമുക്കിതെല്ലാം തരുന്നത്. ഇനി 29 ഹേ വസന്തമേ വനസ്പതികളിൽ നിന്ന് നമുക്ക് മധുര ഫലങ്ങൾ ലഭിക്കട്ടെ. ചെടികളിൽ നിന്നെല്ലാം മധുരമുള്ള ഫലങ്ങൾ വസന്തകാലത്ത് ലഭിക്കട്ടെ. എല്ലാ തരത്തിലുള്ള ഫലങ്ങളും നമുക്ക്, അതാണ് മധുരം എന്ന് പറയുന്നത്. നല്ല പഴുത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് തരിക.
ഗോക്കളിൽ നിന്ന് നല്ല പാലെല്ലാം കിട്ടട്ടെ. ആ കാലത്തായിരിക്കും ചിലപ്പോൾ പശുക്കൾക്കും എല്ലാം നല്ലോണം തിന്നാനുള്ളത് കൊണ്ട് നല്ല മധുരമുള്ള പാലും ആ കാലത്ത് ചിലപ്പം പശുവിൽ നിന്ന് കിട്ടുന്ന പാലിന് ഒരു പ്രത്യേകത ഉണ്ടാവും. കാരണം അവർക്ക് നല്ല ഫ്രഷായിട്ട് കിട്ടിയല്ലേ. അപ്പം അത് നിന്നും അതിൻ്റെ പാലും ചിലപ്പം ഫ്രഷായിരിക്കും. ഏതായാലും അതെല്ലാം പാല് പശുവിനെ വളർത്തുന്നവർക്കറിയാം ഏത് സീസണിലുള്ള പാലിനാണ് ഗുണം കൂടുതലെന്ന്. ആദിത്യനിൽ നിന്നും ബൗദ്ധിക ശക്തിയും ലഭിക്കട്ടെ. ആ സമയത്തെ സൂര്യനും നമുക്ക് ശക്തി, ഊർജം പ്രദാനം ചെയ്യുന്നതാണ്. ഇനി 30, എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന ജലത്തോട് പറയുകയാണ്, സൂര്യനായിട്ട് കുറച്ച് നൽകുക. അതായത് ഭൂമിയിലെ എല്ലായിടത്തും ജലമുണ്ട്. ഈ ജലം ആർക്ക് കൊടുക്കണം? സൂര്യന് കൊടുക്കണം. സൂര്യൻ എങ്ങനെ കൊടുക്കുമ്പോൾ ചൂടാകുമ്പോൾ വെള്ളം മുകളിലോട്ടേക്ക് പോകും. അതാണ് പിന്നെ വേറെ മഴക്കാലത്ത് പെയ്യുന്നത്. മാത്രമല്ല മനുഷ്യർക്കുള്ള താപം തണുപ്പിക്കുകയും ചെയ്യുക. ആരോട് പറയാണ്? ജലത്തോട്. മനുഷ്യൻ്റെ താപം തണുപ്പിക്കാൻ ജലം തന്നെയല്ല, നല്ല ചൂടുള്ളവരെ എടുത്ത് കുടിക്കും. അല്ലെങ്കിൽ ഉഷ്ണം തോന്നുമ്പോൾ നല്ല തണുത്ത വെള്ളമെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ചൂടെല്ലാം കുറഞ്ഞു കിട്ടും. എന്തിനേയും നിയന്ത്രണത്തിലാക്കുന്ന നിന്നിൽ നിന്നും വർഷമുണ്ടാകട്ടെ. അവൻ ജലത്തോട് പറയുകയാണ്, നീ കുറച്ച് ജലം സൂര്യന് കൊടുക്കുക. അതായത് കുറേ ജലം ഭൂമിയിൽ നിന്ന് അങ്ങ് സൂര്യൻ്റെ അടുത്തേക്ക് പോവുക. എന്നിട്ട് എന്ത് ചെയ്യാം? എല്ലാറ്റിനെയും നിയന്ത്രണത്തിലാക്കുന്ന നീ എന്ത് ചെയ്യണം? വർഷവും ഉണ്ടാക്കുക. ആവശ്യ സമയത്തുമ്പോൾ നീ മഴയായിട്ട് ഇങ്ങോട്ട് പെയ്യുകയും ചെയ്യുക. അപ്പം പ്രകൃതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, വേദങ്ങളിൽ നമ്മളറിയുന്ന കാര്യങ്ങളും എല്ലാം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേദവരികൾക്കെല്ലാം ശുദ്ധമായ അർത്ഥമുണ്ട്. മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്ത സംഗതികൾ ആണ് എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എല്ലാം ഉണ്ട്, വേദത്തിലില്ലാതായിട്ടൊന്നുമില്ല. പക്ഷേ എല്ലൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ചിലതെല്ലാം നമ്മൾ സാധാരണക്കാരന് പറയുമ്പോൾ ഒറ്റയടിക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴെല്ലാം പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്.